ബ്രിട്ടനിലെ ഒരു കമ്പനി പാറാവുകാരെ ക്ഷണിച്ചുകൊണ്ട് ചെയ്ത പരസ്യം ഒരു മുസ്ലിം യുവാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ ഹാജരായി. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായി ധാരാളം പേർ തൊഴിലന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. ഒരു ദിവസം എത്ര കുപ്പി മദ്യം അകത്താക്കുമെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളോട് ചോദിച്ച പ്രധാന ചോദ്യം. നമ്മുടെ കക്ഷിയുടെ ഊഴമെത്തി. തുരുതുര ചോദ്യങ്ങൾ വന്നു. അവസാനമായി എത്ര കുപ്പി മദ്യം സേവിക്കുമെന്ന് ചോദിച്ചു. അയാൾ സംശയിച്ചു നിന്നുപോയി. ഞാനൊരു തികഞ്ഞ മുസ്ലിമാണെന്ന് തോന്നാതിരിക്കാൻ മദ്യം സേവിക്കുമെന്ന് പറയണോ, അതോ ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് മദ്യം നിഷിദ്ധമാണെന്ന് തുറന്നു പറയണോ? പെട്ടെന്ന് അയാൾ സത്യം പറയാമെന്ന തീരുമാനത്തിലെത്തി. ഞാൻ മദ്യം കഴിക്കാറില്ല, അയാൾ പറഞ്ഞു. എന്താ, നിങ്ങൾ രോഗിയാണോ? അല്ല, ഞാൻ മുസ്ലിമാണ്, മദ്യം എനിക്ക് നിഷിദ്ധമാണ്. ഒഴിവ് ദിവസങ്ങളിൽ പോലും അത് കഴിക്കില്ലെന്നാണോ? അതെ, ഞാൻ അത് തീരെ കഴിക്കാറില്ല. ഇത് കേട്ട് അതിശയത്തോടെ ബോർഡ് അംഗങ്ങൾ പരസ്പരം നോക്കി. ഇൻ്റർവ്യൂ ഫലം പുറത്തു വന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമൻ അയാളായിരുന്നു. അദ്ദേഹം അവരുടെ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. അന്നത്തെ ഇൻ്റർവ്യൂ ബോർഡിലെ ഒരാളെ പിന്നീട് കണ്ടപ്പോൾ, നിങ്ങൾ എന്തായിരുന്നു കള്ളു കുടിക്കുമോ എന്ന് ആവർത്തിച്ചു ചോദിച്ചു കൊണ്ടിരുന്നതെന്ന് യുവാവ് അദ്ദേഹത്തോട് ചോദിച്ചു. കാവൽ ജോലിയിൽ മുമ്പ് നിയമിച്ച ചെറുപ്പക്കാർ മദ്യം കഴിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് നിർദ്ദിഷ്ട സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് മോഷ്ടാക്കൾ കയറി കമ്പനിയിൽ മോഷണം നടത്തുകയാണ്. നിങ്ങൾ മദ്യം സേവിക്കില്ലെന്നറിഞ്ഞതിനാൽ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്ന ആളെ ലഭിച്ചെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് നിയമനം നൽകി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പ്രലോഭനങ്ങൾ എത്രയുണ്ടാവുമെങ്കിലും തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് എത്ര മഹത്തരമാണ്. അത്തരക്കാർക്കു തന്നെയാണ് ആത്യന്തിക വിജയവും.